അന്താരാഷ്ട്ര പ്രതിരോധ സഖ്യമായ നാറ്റോയുടെ ഉച്ചകോടിക്കിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്പെയിനെതിരെ ഉന്നയിച്ച കടുത്ത വിമർശനങ്ങൾക്ക് കൃത്യമായ മറുപടിയുമായി സ്പെയിൻ പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസ് രംഗത്തെത്തി. തങ്ങളുടെ രാജ്യത്തിന്റെ പ്രതിരോധ നയങ്ങളെയും ആഗോള സഹകരണത്തെയും പൂർണ്ണമായി ന്യായീകരിച്ച സാഞ്ചസ് ഒരു വൻ ശക്തിയുടെയും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി തങ്ങളുടെ ദേശീയ താൽപര്യങ്ങൾ ബലി നൽകില്ലെന്ന ശക്തമായ സന്ദേശമാണ് വാഷിംഗ്ടണിന് നൽകിയിരിക്കുന്നത്. നാറ്റോ സഖ്യത്തിനുള്ളിലെ ആഭ്യന്തര തർക്കങ്ങൾ വീണ്ടും തെരുവിലേക്ക് വലിച്ചിഴക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഈ പുതിയ സംഭവ വികാസങ്ങളിലൂടെ രൂപപ്പെട്ടിരിക്കുന്നത്. നാറ്റോ അംഗരാജ്യങ്ങൾ തങ്ങളുടെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ 2% പ്രതിരോധ മേഖലയ്ക്കായി ചെലവഴിക്കണമെന്ന നിബന്ധന പാലിക്കാത്ത രാജ്യങ്ങളെ ട്രംപ് പരസ്യമായി കുറ്റപ്പെടുത്തിയിരുന്നു. ഈ പട്ടികയിൽ സ്പെയിനിന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടായിരുന്നു അമേരിക്കൻ പ്രസിഡന്റിന്റെ കടുത്ത ആക്രമണം. അമേരിക്ക യൂറോപ്പിന്റെ സുരക്ഷയ്ക്കായി വൻതോതിൽ പണമൊഴുക്കുമ്പോൾ സ്പെയിൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അർഹമായ വിഹിതം നൽകാതെ മാറി നിൽക്കുകയാണെന്ന ട്രംപിന്റെ വാദമാണ് ഇപ്പോൾ വലിയൊരു അന്താരാഷ്ട്ര വിവാദത്തിന് വഴി തുറന്നിരിക്കുന്നത്. എന്നാൽ ട്രംപിന്റെ ഈ ഭീഷണിയുടെ സ്വരത്തിലുള്ള പ്രസ്താവനകളെ തികച്ചും ശാന്തനായാണ് പെഡ്രോ സാഞ്ചസ് നേരിട്ടത്. പ്രതിരോധ ചെലവുകൾ എന്നത് കേവലം അക്കങ്ങളിൽ മാത്രം ഒതുക്കേണ്ട ഒന്നല്ലെന്നും അന്താരാഷ്ട്ര സമാധാന ദൗത്യങ്ങളിൽ സ്പെയിൻ നൽകുന്ന സംഭാവനകൾ വലുതാണെന്നും സാഞ്ചസ് ഓർമ്മിപ്പിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന നാറ്റോയുടെയും ഐക്യരാഷ്ട്രസഭയുടെയും സമാധാന പരിപാടികളിൽ സ്പെയിൻ സൈന്യം സജീവമായി പങ്കെടുക്കുന്നുണ്ടെന്നും അത്തരം പ്രായോഗികമായ ഇടപെടലുകളെ വില കുറച്ച് കാണരുതെന്നും അദ്ദേഹം വ്യക്തമാക്കി. അമേരിക്കയുമായി ഏറ്റവും ശക്തമായതും സൗഹാർദ്ദപരവുമായ ബന്ധം നിലനിർത്താൻ തന്നെയാണ് സ്പെയിൻ ആഗ്രഹിക്കുന്നതെന്ന് സാഞ്ചസ് ആവർത്തിച്ചു. ചരിത്രപരമായും സാമ്പത്തികമായും ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന തന്ത്രപരമായ പങ്കാളിത്തം തുടരും. എന്നാൽ ഈ പങ്കാളിത്തം നിലനിർത്തുന്നതിനായി സ്പെയിനിന്റെ ആഭ്യന്തര താൽപര്യങ്ങളിലോ സാമ്പത്തിക മുൻഗണനകളിലോ മാറ്റം വരുത്താൻ തങ്ങൾ തയ്യാറല്ലെന്ന കടുത്ത നിലപാടിലാണ് സ്പെയിൻ ഭരണകൂടം. സ്പെയിനിന്റെ ആഭ്യന്തര സാമ്പത്തിക സാഹചര്യം മുൻനിർത്തി മാത്രമേ പ്രതിരോധ ബജറ്റ് വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ സാധിക്കൂവെന്നാണ് സാഞ്ചസിന്റെ പക്ഷം. ജനങ്ങളുടെ സാമൂഹിക ക്ഷേമം, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവയ്ക്കാണ് തങ്ങളുടെ സർക്കാർ മുൻഗണന നൽകുന്നത്. നാറ്റോയുടെ നിബന്ധനകൾ പാലിക്കാൻ വേണ്ടി മാത്രം ജനക്ഷേമ പദ്ധതികൾ വെട്ടിക്കുറച്ച് പ്രതിരോധ മേഖലയിലേക്ക് പണമൊഴുക്കാൻ ഒരു ജനാധിപത്യ സർക്കാരിന് കഴിയില്ലെന്ന് സ്പെയിൻ മാധ്യമങ്ങൾ പ്രധാനമന്ത്രിയുടെ നിലപാടിനെ പിന്തുണച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റിന്റെ അമേരിക്ക ഫസ്റ്റ് നയത്തിന് സമാനമായി സ്പെയിനിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കുക എന്നത് തന്റെ പ്രാഥമിക കടമയാണെന്ന് സാഞ്ചസ് ഓർമ്മിപ്പിച്ചു. അന്താരാഷ്ട്ര തലത്തിൽ മറ്റ് രാജ്യങ്ങളുമായി സഹകരിക്കുമ്പോൾ തന്നെ സ്വന്തം രാജ്യത്തിന്റെ പരമാധികാരവും സാമ്പത്തിക ഭദ്രതയും കാത്തുസൂക്ഷിക്കാൻ സ്പെയിനിന് പൂർണ്ണ അവകാശമുണ്ട്. വാഷിംഗ്ടണിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ അതേപടി വിഴുങ്ങുന്ന പഴയ രീതി ഇനി നടപ്പിലാക്കില്ലെന്ന വ്യക്തമായ രാഷ്ട്രീയ സൂചന കൂടിയാണ് സാഞ്ചസ് നൽകിയത്. ഈ നയതന്ത്ര തർക്കം നാറ്റോ സഖ്യത്തിനുള്ളിൽ പുകയുന്ന വലിയൊരു പ്രതിസന്ധിയുടെ പ്രതിഫലനമാണ്. യൂറോപ്യൻ രാജ്യങ്ങൾ തങ്ങളുടെ സുരക്ഷയ്ക്കായി അമേരിക്കയെ അമിതമായി ആശ്രയിക്കുന്നുവെന്ന ട്രംപിന്റെ പരാതി വർഷങ്ങളായുള്ളതാണ്. എന്നാൽ യൂറോപ്യൻ യൂണിയനിലെ പ്രമുഖ ശക്തികളായ ഫ്രാൻസും ജർമ്മനിയും സ്പെയിനും ഇപ്പോൾ അമേരിക്കയുടെ ഈ ഏകപക്ഷീയമായ കൽപ്പനകൾക്ക് വഴങ്ങാൻ കൂട്ടാക്കുന്നില്ല. ഇത് നാറ്റോയുടെ ഭാവിക്ക് തന്നെ വലിയൊരു വെല്ലുവിളിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പെഡ്രോ സാഞ്ചസിന്റെ ഈ ധീരമായ നിലപാട് യൂറോപ്യൻ യൂണിയനിലെ മറ്റ് രാജ്യങ്ങൾക്കും വലിയ ആത്മവിശ്വാസം നൽകിയിട്ടുണ്ട്. അമേരിക്കൻ ഭീഷണികൾക്ക് മുൻപിൽ തലകുനിക്കാതെ തങ്ങളുടെ നിലപാടുകൾ തുറന്നു പറയാൻ യൂറോപ്യൻ നേതാക്കൾ തയ്യാറാക്കുന്നു എന്നതിന്റെ തെളിവാണ് സാഞ്ചസിന്റെ വാക്കുകൾ. അന്താരാഷ്ട്ര വേദികളിൽ അമേരിക്കയുടെ മേധാവിത്വം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു പുതിയ രാഷ്ട്രീയ ക്രമത്തിനാണ് ഇപ്പോൾ പശ്ചിമ യൂറോപ്പ് സാക്ഷ്യം വഹിക്കുന്നത്. സ്പെയിനിന്റെ പ്രതിരോധ മന്ത്രാലയവും പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയെ പിന്തുണച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. തങ്ങൾ നാറ്റോയുടെ വിശ്വസ്തരായ പങ്കാളിയാണെന്നും സൈനിക ശേഷി ആധുനികവൽക്കരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഘട്ടം ഘട്ടമായി നടന്നു വരികയാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി. പെട്ടെന്നൊരു ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ആവശ്യപ്പെട്ടു എന്നതുകൊണ്ട് മാത്രം ബജറ്റിൽ മാറ്റം വരുത്താൻ സാധിക്കില്ലെന്ന സാങ്കേതിക വശവും അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ട്രംപിന്റെ കടുത്ത പ്രസ്താവനകൾ പലപ്പോഴും നാറ്റോ സഖ്യത്തിന്റെ ഐക്യത്തെ ബാധിക്കുന്നുവെന്ന വിമർശനം ആഗോളതലത്തിൽ ശക്തമാണ്. റഷ്യയിൽ നിന്നും മറ്റ് അന്താരാഷ്ട്ര ശക്തികളിൽ നിന്നും ഭീഷണികൾ നേരിടുന്ന ഈ ഘട്ടത്തിൽ സഖ്യകക്ഷികൾ തമ്മിൽ പരസ്യമായി ചെളിവാരി എറിയുന്നത് ശത്രുക്കൾക്ക് മാത്രമേ ഗുണം ചെയ്യൂ എന്ന് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നു. എന്നാൽ തന്റെ രാഷ്ട്രീയ പ്രചാരണങ്ങളുടെ ഭാഗമായി ഇത്തരം കടുത്ത നിലപാടുകൾ തുടരാൻ തന്നെയാണ് ട്രംപിന്റെ തീരുമാനം. സ്പെയിനിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും ഈ വിഷയം വലിയ ചർച്ചയായിട്ടുണ്ട്. സാഞ്ചസ് ഭരണകൂടത്തിന്റെ കടുത്ത നിലപാടിന് രാജ്യത്തിനുള്ളിൽ വലിയ ജനപിന്തുണയാണ് ലഭിക്കുന്നത്.
അമേരിക്കൻ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാത്ത ഒരു നേതാവ് എന്ന പ്രതിച്ഛായ നിർമ്മിക്കാൻ സാഞ്ചസിന് ഇതിലൂടെ സാധിച്ചു. എന്നാൽ പ്രതിപക്ഷ കക്ഷികളിൽ ചിലർ അമേരിക്കയുമായുള്ള ബന്ധം വഷളാക്കുന്നത് രാജ്യത്തിന്റെ ദീർഘകാല സുരക്ഷയെ ബാധിക്കുമെന്ന മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. വരും ദിവസങ്ങളിൽ സ്പെയിനും അമേരിക്കയും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചകളിൽ ഈ പ്രതിരോധ ബജറ്റ് വിഷയം വലിയൊരു തടസ്സമായി നിൽക്കാൻ സാധ്യതയുണ്ട്. നയതന്ത്ര തലത്തിൽ ബന്ധങ്ങൾ മികച്ചതാണെന്ന് വരുത്തി തീർക്കാൻ ഇരുവിഭാഗവും ശ്രമിക്കുമെങ്കിലും അന്തർലീനമായി അവിശ്വാസം നിലനിൽക്കും. അമേരിക്കയിൽ നിന്നുള്ള സൈനിക ഇറക്കുമതിയെയും മറ്റ് സാങ്കേതിക സഹകരണങ്ങളെയും ഇത് ബാധിക്കുമോ എന്ന ആശങ്കയും ഒരു വിഭാഗം നയതന്ത്രജ്ഞർ പങ്കുവെക്കുന്നുണ്ട്. അന്താരാഷ്ട്ര സഹകരണം എന്നത് തുല്യ പങ്കാളിത്തത്തോടെയുള്ളതായിരിക്കണം, അല്ലാതെ ഒരു രാജ്യം മറ്റൊന്നിനുമേൽ അധികാരം സ്ഥാപിക്കുന്ന രീതിയിലാക്കരുത് എന്ന സ്പെയിനിന്റെ വാദം ചെറു രാജ്യങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യത നേടുന്നുണ്ട്. വൻ ശക്തികളുടെ സാമ്പത്തിക സൈനിക കരുത്തിന് മുന്നിൽ സ്വന്തം രാജ്യത്തിന്റെ അന്തസ് ഉയർത്തിപ്പിടിക്കാൻ പെട്രോ സാഞ്ചസ് കാണിച്ച ആർജവം ശ്രദ്ധേയമാണ്. നാറ്റോ ഉച്ചകോടി പൂർത്തിയാകുമ്പോൾ സ്പെയിൻ തങ്ങളുടെ പ്രതിരോധ നയങ്ങളിൽ വലിയ മാറ്റങ്ങളൊന്നും വരുത്താൻ സാധ്യതയില്ലെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. തങ്ങളുടെ സാമ്പത്തിക ശേഷിക്ക് അനുസരിച്ചുള്ള പങ്കാളിത്തം മാത്രം നൽകി മുന്നോട്ടു പോകാനാണ് മാഡ്രിഡിന്റെ തീരുമാനം. ട്രംപിന്റെ വിമർശനങ്ങളെ ചിരിച്ചു തള്ളിക്കൊണ്ട് സ്വന്തം രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന സാഞ്ചസിന്റെ ഈ ശൈലി പശ്ചിമേഷ്യൻ യൂറോപ്യൻ രാഷ്ട്രീയത്തിൽ പുതിയൊരു ചർച്ചാ വിഷയമായി നിലനിൽക്കും.